ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിലെ ഒരു വിഭവമായിട്ടുള്ള കുറുക്കുകാളൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചേനയും കായയും ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. കായ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ മുറിച്ച് വെക്കാൻ. അതിലേക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില എല്ലാം ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അരവി വെച്ച തേങ്ങ നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചേനയും പച്ചക്കായും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്തതാണിത്. ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. അപ്പം തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിരിഞ്ഞു പോവാതെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇത് നന്നായിട്ട് കുറുകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ സദ്യയിലെ കറിയിലൊക്കെ ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയും ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. തേങ്ങ നന്നായിട്ട് വേവണം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുറുക്കുകാളൻ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. തേങ്ങയും നന്നായിട്ട് വെന്ത് കുറുകി വരുന്നുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സദ്യയിലെ കുറുക്കുകാളനിൽ സാധാരണ നെയ്യ് ചേർക്കാറുണ്ട്. ഒരു 1/2 സ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി കാളനിലേക്കുള്ള വറവ് റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. 2 വറ്റൽ മുളകും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വറവ് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വറവിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ചേർന്നുള്ള നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് നമുക്ക് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. സദ്യയിലൊക്കെ കുറുക്കുകാളൻ്റെ ഒരു വല്ലാത്തൊരു സ്മെല്ലില്ലേ, കൊതിപ്പിക്കുന്ന നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുക്കുകാളനി ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ കുറുക്കുകാളന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ.